പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി നോക്ക് കാണാൻ AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളും എംപിമാരും ഒക്കെ തന്നെ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ AICC ആസ്ഥാനത്ത് പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ധനസുമോദ്, ഇത്തരത്തിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അന്ത്യയാത്ര നൽകാനായി രാജ്യം ഒരുങ്ങുമ്പോഴും ഈ സ്മൃതി മണ്ഡപം സംബന്ധിച്ചുള്ള വിഷയങ്ങളും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടോ? എന്താണ് കോൺഗ്രസിന്റെ ആ ഒരു ആവശ്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട്? ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടാതെ കോൺഗ്രസ് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നേരത്തെ രാഷ്ട്രപതി ഇദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയുടെ ഉത്തമ പുത്രൻ, ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ എന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു പ്രിയപ്പെട്ട പുത്രനെ യാത്രയാക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ശ്മശാനത്തിൽ സംസ്കാരം നടത്തിയതിന് ശേഷം വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു സ്മാരകം നിർമ്മിക്കുകയല്ല വേണ്ടത്. പകരം മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലം വേണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിനടുത്ത് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഓർമ്മ സ്മൃതി കുടീരമുള്ളത്. അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മൃതി കുടീരമുള്ളത്, ശക്തിസ്ഥൽ എന്ന പേരിലുള്ള ഇന്ദിരാഗാന്ധിയുടെ സ്മൃതി കുടീരമുള്ളത്, വീർഭൂമി എന്ന രാജീവ് ഗാന്ധിയുടെ സ്മൃതി കുടീരമുള്ളത്. ഇങ്ങനെയുള്ള ഈ മഹാന്മാരായിട്ടുള്ള ഇന്ത്യയെ നയിച്ചിട്ടുള്ള ഈ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് തന്നെ ഇന്ത്യയെ വലിയ തരത്തിലുള്ള സാമ്പത്തിക കെണിയിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്ത്യയെ നാം ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം ഒരുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. കാര്യം നേരത്തെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, അതുകൂടാതെ UGCയുടെ ചെയർമാൻ, വാണിജ്യകാര്യ മന്ത്രാലയത്തിലെ അഡ്വൈസർ, ഇതുകൂടാതെ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അഡ്വൈസർ, അതിന് ഇന്ന് ഈ പദവികളെല്ലാം വഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിയാകുന്നത്, ധനമന്ത്രിയാകുന്നത്. പിന്നീട് നാം കാണുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. കാര്യം അതുവരെ ഒരു ഈ ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പോലും ഇടനിലക്കാരുടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് വിവരാവകാശ നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രി, അതുപോലെ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിന് വനാവകാശ നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രി, അടുത്ത തലമുറയ്ക്ക് ഈ രാജ്യത്തെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും എത്തിക്കാൻ വേണ്ടി ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പിലാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെ ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി, ദൈന്യത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രി ആരാ ചോദിച്ചാൽ പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് ജിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇത്രയേറെ സുതാര്യമായി, അദ്ദേഹത്തിന്റെ കുടുംബം ഇതുപോലെ വളരെ ആത്മാർത്ഥമായി ഒരു ഭരണ സംവിധാനത്തിൽ ഇരുന്നിട്ട് പോലും ഒരു അപവാദമോ ആരോപണമോ കേൾക്കേണ്ടി വന്നിട്ടില്ല. UPA സർക്കാരിന്റെ കാലത്ത് ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുണ്ടായിട്ടും ശ്രീ മൻമോഹൻ സിംഗിനെതിരായിട്ട് ഒരു ചെറു വിരൽ പോലും പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്കോ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തിനുടമ, ഇത്രയും ദിഷണാശാലിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കടക്കണിയിൽ നിന്നും ദുരിതത്തിൽ നിന്നും സാമ്പത്തിക അരാജകത്തിൽ നിന്നും രക്ഷിച്ച ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഈ രാജ്യമുള്ള കാലം മറക്കുകയില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം എന്നുള്ളതും നിയമം മാറ്റിയെടുത്തതും എല്ലാം മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോഴും 10 വർഷക്കാലം ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും നല്ല നേതൃത്വം നൽകി, സമവായത്തോടുകൂടി എല്ലാവരെയും കേട്ട് വളരെ ആശയവിനിമയം നടത്തി നല്ല നിലയിൽ ഭരണം നടത്തിയ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് തന്നെ വലിയ മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വലിയ മാതൃകയാണ്. മഹാത്മാഗാന്ധിക്ക് ശേഷം ഇത്രയും മതേതരവാദിയായ, ജനാധിപത്യവാദിയായ, ഇത്രയും നല്ല കഴിവുള്ള, വിവേകമുള്ള VK ശ്രീകണ്ഠൻ MP ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുകയാണ്. AICC ആസ്ഥാനത്ത് പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. 1 മണിക്കൂർ ഇവിടെ പൊതുദർശനം തുടരും. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. 11:45 യമുനാ തീരത്തെ നിഗംബോധ് ഘാട്ടിലാണ് സംസ്കാരം നടക്കുക.